ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്നലെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇന്നും ചെയ്തേക്കുന്നത്. ഇന്നലെയുള്ള മൂവ്മെൻറ്റ് വരെ ഒന്നുമില്ല നിഫ്റ്റിക്ക്. ഇന്ന് ടോട്ടൽ സൈഡ് വൈസ് ആയിരുന്നു നിഫ്റ്റി. പക്ഷേ മൊമെൻറ്റം വെയിറ്റിംഗ് തന്നെയാണ് കേട്ടോ. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിൽ നിന്ന് കുറച്ച് ലിക്വിഡിറ്റി എടുത്ത ശേഷം നല്ലൊരു ഹ്യൂജ് മൊമെൻറ്റം തന്നെയാണ് നിഫ്റ്റിക്ക് ഇരിക്കണത്. അത് നമുക്ക് ബ്രേക്ക് ആകുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മൾ ഈ ഒരു സർക്കിളിൽ കിടന്ന് കളിക്കും. മനസ്സിലായില്ലേ? ഇതൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിഫ്റ്റി ഇന്ന് ഒന്നും ചെയ്തിട്ടില്ല. 1-ാം തീയതിയാണ് ഇന്ന്, ജൂലൈ 1 ഒന്നുമില്ല ദിവസമാണ്. അതാണ് എൻ്റെ ഒരു രസം. നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് ട്രേഡിങ്ങിലേക്ക് വന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ട്രേഡർ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഫ്രീ വീഡിയോ ഞാൻ ടെലിഗ്രാമിൽ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ഫോളോ ചെയ്തിട്ട് ഹായ് അയച്ചാൽ മതി. BTCയിൽ നമ്മൾ ട്രേഡ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് ചെറിയ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ BTCയിൽ ട്രേഡ് കൊടുത്തിട്ടില്ല രാവിലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുള്ളൂ. മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും. അത് കൊടുക്കാണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിലിടുന്ന ഒരു $30 SL ആണ്. 30 അല്ലെങ്കിൽ $50 SL വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BTCയുടെ മൂവ്മെൻറ്റ് അത്രത്തോളം സ്പീഡായിരിക്കും. അപ്പോൾ SL ഒക്കെ ഈസി ആയിട്ട് ഹണ്ടായി പോകും. അതുകൊണ്ടാണ് ഇത്തിരി വലിയ SL ഇടുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള പ്രോഫിറ്റ് തന്നെയാണ്. ഇപ്പോൾ 50 ഇടുന്ന സമയത്ത് 250 അതിൻ്റെ ടാർഗറ്റ്, 30 ഇടുന്ന സമയത്ത് 150 അതിൻ്റെ ടാർഗറ്റ് വരുന്നത്. ടാർഗറ്റൊക്കെ വലുത് തന്നെയാണ്, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും വലുത് തന്നെയാണ്. പക്ഷെ നമ്മൾ കൊടുക്കേണ്ട SL ഇത്തിരി കൂടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ BTCയിലൊക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ഫ്രീ എൻട്രി ആയിരിക്കും BTCയുടെ ഗ്രൂപ്പിൽ കേട്ടോ. നമുക്കുണ്ടായിരുന്ന സ്ട്രൈക്കുകൾ ഇത്രയാണ്. ഇത് 25,500 P ആണ്. 25,500 P നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിലൊരു എൻട്രി പോയിൻ്റ് ഇല്ല. ഫുൾ പ്രീമിയം വെൽഡിംഗ് ആണ് നടന്നുകൊണ്ട് കാണുന്നത്. ഇതിലൊന്നും ഒരു എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി PE ഇല്ല. സെൻസസിൽ നമ്മളൊന്ന് ട്രൈ ചെയ്തായിരുന്നു. ഇതൊരു കോസ്റ്റ് എക്സിറ്റ് ആണ്. 51,600 P കോസ്റ്റ് ആണ് കേട്ടോ. SL നോക്കേണ്ട ആവശ്യങ്ങളില്ല എന്ന് മാത്രം. ജസ്റ്റ് ട്രൈ ചെയ്യുക, 10 മിനിറ്റ് ഹോൾഡ് ചെയ്യാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഗ്രൂപ്പിൽ. കൂടുതൽ ഇരുന്ന ആൾക്കാർക്ക് SL പോകും. അതും ടൈം എടുത്തിട്ടാണ് SL പോണത്. അത്രയും സമയം എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നിർത്തുക എന്നുള്ളതാണ് പരിപാടി. സെൻസസിന് പിന്നെ ഫസ്റ്റ് ട്രേഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രേഡ് നമുക്ക് SL ആണ്. അത് ഡയറക്റ്റ്ലി 2 ക്യാൻഡിലിന് SL അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് ആയിരുന്നു സെൻസസിൽ അത്. പിന്നെ നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ട്രേഡ് ഇതാണ്. നമുക്കൊരു 18 പോയിൻ്റാണ് വന്നേക്കണത്. പക്ഷേ അത് മിക്കവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ട്രേഡാണ്. ട്രേഡ് ആക്ടിവേഷൻ നടന്ന ശേഷം, ട്രേഡ് ആക്ടിവേഷൻ നടക്കുന്നത് ഈ ക്യാൻഡിലാണ്, ഈ റെഡ് ക്യാൻഡിൽ 9/22 ക്യാൻഡിൽ. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ ലിമിറ്റിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ലിമിറ്റിൽ കിട്ടും ട്രേഡ്. ലിമിറ്റ് ഇട്ട് വയ്ക്കുക. നമുക്ക് എന്തായാലും അവിടെ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. ആ റെഡ് ക്യാൻഡിൻ്റെ അവിടെ നിന്ന്, ആ റെഡ് ക്യാൻഡിൻ്റെ ബോഡി ലോസ് എന്ന് പറഞ്ഞാൽ 128 ഞാൻ പറഞ്ഞ പ്രൈസ് 121. അപ്പോൾ 7 പോയിന്റ് വ്യത്യാസം ആരും എടുക്കേണ്ട ആവശ്യങ്ങളില്ല. ലിമിറ്റിൽ തന്നെ എടുത്താൽ മതി. അല്ലെങ്കിൽ ഓരോ വ്യത്യാസത്തിന് മുകളിൽ എടുത്താലും മതി. 122 എടുത്താലും പ്രശ്നമല്ലേ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ട്രേഡ് എല്ലാവരും എടുത്തിട്ടുണ്ടാവണം. അതിലൊരു പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവണം. പിന്നെ പ്രീമിയം മെൽറ്റിംഗ് ആണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റി പിന്നെയും വന്നത് ഇവിടെയാണ്. ഈ ട്രേഡിൽ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ SL എടുക്കേണ്ട ആവശ്യങ്ങളില്ല. 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, ഇറങ്ങുക, അത്രേ ഉള്ളൂ. അതാണെങ്കിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റിന് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ കോസ്റ്റ് ഇറ്റായി അത് പൊക്കോളും. പിന്നെ നമുക്കുണ്ടായിരുന്നത് 53,700 C ആണ്. സെൻസസ് ആണ്. സെൻസസിൽ ഈ 2 ട്രേഡ് വരില്ല. രണ്ടാമത്തെ ട്രേഡ് ഒരു കോസ്റ്റ് എക്സിറ്റാണ്. ഒന്നാമത്തെ ട്രേഡ് നമുക്കൊരു SL ആണ്. SL അടിക്കേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ നടന്നു. ഈ റെഡ് ക്യാൻഡിൽ ആക്ടിവേഷൻ നടന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തെ ക്യാൻഡിൽ അത് അടിയിലേക്കാണ് ഒറ്റയടിക്ക് വന്നത്. ഈ വന്ന ക്യാൻഡിൽ നിന്ന് 10-30 പോയിൻ്റ് അടിയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഓർഡർ 5 മിനിറ്റ് അടിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അത് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ലിമിറ്റിലാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം SL പോകും ഫസ്റ്റ് ട്രേഡ്. അല്ല, നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രേഡ് പ്രോഫിറ്റിക്കും പോകും. രണ്ടാമത്തെ ട്രേഡ് എന്നുള്ള സംഭവമില്ലേ, ഫസ്റ്റ് ട്രേഡ് തന്നെ SL അടിക്കില്ല. പിന്നെ 10 മിനിറ്റ് കൊണ്ട് അത് പ്രോഫിറ്റിക്കും പോവുകയും ചെയ്യും. 1:1 വരികയും ചെയ്യും. ഇനിയിപ്പോൾ ഇൻ കേസ് അങ്ങനെ ലിമിറ്റിൽ കറക്റ്റായിട്ട് കിട്ടിയ ആൾക്കാരെന്നുണ്ടെങ്കിൽ അത് SL ആണ്. രണ്ടാമത്തെ ട്രേഡ് ഒരു കോസ്റ്റ് ആണ്. 10 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങാൻ തന്നെ പറഞ്ഞു കേട്ടോ. പിന്നെ പ്രീമിയം വെൽഡിംഗ് ആണ്. ഇതിലൊന്നും എൻട്രികളില്ല. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുള്ളൂ. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏത് ഇൻഡെക്സ് എടുത്താലും, BTC എടുത്താലും, ക്രൂഡ് ഓയിൽ എടുത്താലും, ഇന്ത്യൻ ഇൻഡെക്സ് ഓപ്ഷൻസ് എടുത്താലും വലിയ മൂവ്മെൻറ്റുകളൊന്നും ഇല്ല. ഇന്നലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാർക്കറ്റ് കുറച്ച് മൊമെൻറ്റം അല്ലെങ്കിൽ കുറച്ച് ലിക്വിഡിറ്റി ഗ്രാസ്പ് ചെയ്തിട്ട് മൂവ് ചെയ്യാനുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ പറ്റും. നമ്മൾ ഈ പറഞ്ഞ ചെറിയ ട്രാപ്പുകളൊക്കെ പെടും, ചെറിയ SLകളൊക്കെ വരും. അതൊക്കെ ഒറ്റ ട്രേഡിൽ തന്നെ റിക്കവർ ആക്കാൻ പറ്റുന്ന സംഭവങ്ങളുള്ളൂ കേട്ടോ. ആ മൊമെൻ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും പ്രോഫിറ്റൊക്കെ. അപ്പോൾ
ട്രേഡൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഞാനിവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് തരുന്നുണ്ട്. അതായത് നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം നിങ്ങൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് തന്നെ വെച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവുമായിരിക്കും. മനസ്സിലായാലും നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുക. അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെയാണ് ബെസ്റ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോഴും എൻ്റെ ട്രേഡിങ് സെറ്റപ്പ് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ അതും പറഞ്ഞു പോകും. മനസ്സിലായാലും എല്ലാ ദിവസവും ഡെയിലി എന്തായാലും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം അത് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് നമ്മുടെ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ അതും ചോദിക്കുക. അപ്പോൾ അത്രയ്ക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലൊക്കെ ഉണ്ട്, അതിലൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.